നമ്മളിപ്പോൾ പോകുന്നത് കമലാശിലെ ഗുഹക്ഷേത്രത്തിലാണ്. ബ്രാഹ്മി ദുർഗാ പരമേശ്വരി ദേവിയുടെ മൂലസ്ഥാനമായിട്ട് പറയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് സുപാർശാവ് എന്ന് പറഞ്ഞൊരു രാജാവ് അദ്ദേഹം ചെയ്ത പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ശിവനെ തപസ് ചെയ്തതായിട്ട് പറയുന്ന ഗുഹയാണ്. അപ്പോൾ ശിവൻ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ, ആ ധ്യാനത്തിന് ഭംഗം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഭൈരവമൂർത്തിയെ ആ ഗുഹയുടെ ദ്വാരത്തിൽ ഇങ്ങനെ കാവൽ നിർത്തിയിരുന്നു. ബ്രാഹ്മി ദേവിയുടെ സാന്നിധ്യം 5000 കൊല്ലത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ബ്രാഹ്മി ദേവി നമ്മളിപ്പോൾ കണ്ട ബ്രാഹ്മി ദുർഗാ പരമേശ്വരി ടെമ്പിളിലേക്ക് വിലയം പ്രാപിക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ ഒരുപാട് മഹാത്മാക്കൾ വന്ന് തപസ് ചെയ്ത സ്ഥലം കൂടിയാണിത്. കൂടാതെ ആദിശേഷനും ഗരുഡനും ഈ ഗുഹയിൽ തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ശിവനിൽ നിന്നും കിട്ടിയ ഒരു ശാപം മാറ്റാൻ വേണ്ടിയിട്ട് ബ്രാഹ്മി പരമേശ്വരി ദേവിയെ തപസ് ചെയ്ത സ്ഥലം കൂടിയാണത്. അതിൻ്റെ അകത്ത് ഒരു നാഗതീർത്ഥം ഉത്ഭവിക്കുന്നുണ്ട്. ആ നാഗതീർത്ഥം ഗുഹയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് നമ്മളിപ്പോൾ കണ്ട് ആ കുബ്ജ നദിയിലേക്കാണ് വന്ന് ചേരുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ആ ഗുഹയുടെ ഐതിഹ്യം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പുലിയുടെ ഐതിഹ്യം കൂടി പറയൂ. ഇവിടെ ഒരു പുലി വന്നിട്ട്, ദേവിയുടെ മൃഗം തന്നെയാണ്, വന്നിട്ട് തീ കായാൻ വേണ്ടിയിട്ട്, അതായത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, തണുപ്പാണ് ഇവിടെ രാത്രി സമയങ്ങളിൽ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തീ കായാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ തീ കെടാതെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കുന്ന ഒരു കുടുംബക്കാരിവിടെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അവരിതാണ്ടോ തീ അവിടെ ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ആ പുലിക്ക് വന്നിട്ട് തണുപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇതാണ് ഇവിടെയാണ് ഗുഹയുടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ തന്നെ നമുക്ക് ഭൈരവമൂർത്തിയുടെ പ്രതിഷ്ഠ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നേരെ ഉള്ളിലേക്കാണ് ഗുഹ പോകുന്നത്. ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ടോർച്ച് കാര്യങ്ങളും വേണം. ತಾಯಿ ಕರೆದ್ರೆ ಮಾತ್ರ ಮಗಿಲಿ ಬರ್ತಾರೆ. ಕಾಲಭೈರವ ಮತ್ತು ನಂದಿ ಬೆಳೀತಾ ಇದೆ, ಬೇಡ್ಕೊ ಮಮ್ಮಿ. ದಿಸ್ ಒನ್ ಕಾಲಭೈರವ ಕ್ಷೇತ್ರ, ನ್ಯಾಚುರಲಿ, ನೋ ಆರ್ಟಿಫಿಷಿಯಲ್, 2000 ಓಲ್ಡ್ ಕೇವ್. ದಿಸ್ ಒನ್ ಕಾಲಭೈರವ ಸ್ವಯಂಭೂ, ನಂದಿ ಬುಲ್ ನ್ಯಾಚುರಲ್. ಐ ಆಮ್ ಯೋಗಿ ಫಾಲೋವರ್ಸ್ ಜೋಗಿಗಳು, ನಾಥ ಪರಂಪರೆ. 1 ಸ್ಟೋನ್ ಓಕೆ. ಸಿಂಬಲ್ ಇನ್ ನೋಡಿ, ತ್ರಿಶೂಲ ಸಿಂಬಲ್, ಇನ್ ಸಿಲ್ವರ್ ಸಿಂಬಲ್, ಗೋಲ್ಡನ್ ಶೇಕ್ ಸಿಂಬಲ್, ಎಲ್ಲ ನ್ಯಾಚುರಲಿ. ಓಕೆ, ಗಾಡ್ ಗಿಫ್ಟ್. ಕಮ್ back here underground, no permission. In 4:30 finish the cave naturally. ಮಮ್ಮಿ ವಿಡಿಯೋ ಇಲ್ಲ ಮಗ, ಫ್ಲಾಶ್ ಲೈಟ್ ಆನ್ ಮಾಡ್ಕೊಳ್ಳಿ. ಅಣಕೆ ಚೀಲ ಅಲ್ಲೇ ಇಡಿ ಸೈಡಿಗೆ. ಚೇಟ ತಲೆನೋಕು ಚೇಟ, ಶೀಘ್ರವಾ ಚೇಟ. ಅಚ್ಚಾ ಕಮಿಂಗ್ ಫಾಸ್ಟ್. ಕುಂದಾಪುರ ಉಡುಪಿಯಲ್ಲಿ ಸಿಗಲ್ಲ ಕಂದ, ಚೆನ್ನೈ ಬೆಂಗಳೂರಲ್ಲಿ ಜಾಸ್ತಿ ಸಿಗೋದು. ಅವಳಿಗೆ ಇಷ್ಟ ತಾಯಿಗೆ ಹಾಕಿದ್ದೀನಿ ಮಗ. ಇಲ್ಲಿ ಲಕ್ಷ್ಮೀ, ಸರಸ್ವತಿ, ಕಾಳಿ, ಮಗ ವೀರಭದ್ರ. ಸೇಮ್ ಜಮ್ಮು ಥರ ಮಗ. ಬರ್ತಾರೆ 2 ಮಕ್ಕಳನ್ನು, ನಿಮ್ಮನ್ನು, ಚೆನ್ನೈ 2 ಫ್ಯಾಮಿಲಿನೂ, ಕೇರಳದವ್ರನ್ನು, ಎಲ್ಲ ದೇವ್ರು ಕಾಪಾಡಬೇಕು. ಯಾವತ್ತೂ ಬಂದಿದ್ದು ಕಂದ, ಇದು ನಮ್ಮ ಪರಂಪರೆ. ಯೋಗಿ ಫಾಲೋವರ್ಸು ಮಗ. 5 ಜನರೇಷನು ತಲಾಂತರದಿಂದ ಮಾಡ್ಕೊಂಬಂದಿದ್ದೀವಿ. ಯೂಟ್ಯೂಬಲ್ಲಿ ಅಣ್ಣ ಇದ್ದೀನಿ. ಕಮರ್ಶಿಲ ಕೇವ್ ಅಂತ ಹೊಡಿಬೇಕು. ತಪಸ್ ಮಾಡಿದ್ದಲ್ಲ ಮಗ, ಕಮರ್ಶಿಲ ಅಮ್ಮ ಹುಟ್ಟಿರೋದು ಜಮ್ಮು ಕಟ್ರ ಥರ. ಲಕ್ಷ್ಮೀ, ಸರಸ್ವತಿ, ಕಾಳಿ, ವೀರಭದ್ರ ಉದ್ಭವ ಆಗಿರೋದು. ಬೇಡ್ಕೊಳ್ಳಿ. ഇതിനകത്താ ഇല്ല. നമ്മളിപ്പോൾ ഈ ഗുഹയുടെ അകത്തേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. Hello?